സിറ്റി ഓഫ് ലവ് എന്നും സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നും അറിയപ്പെടുന്ന ഫ്രാൻസിന്റെ ക്യാപിറ്റലുമായ പാരീസിലാണ് ഞങ്ങൾ ഇന്നുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻസ് ഉള്ള ഒരു സിറ്റി വേറൊന്നും കാണത്തില്ല. അതുപോലെ എല്ലാവരുടെയും ഡ്രീം ഡെസ്റ്റിനേഷനുമാണ് പാരീസ്. നിങ്ങളിപ്പോൾ 3 ദിവസമോ അല്ലെ ഒരാഴ്ചയോ അല്ലെ ഒരു ദിവസമാണ് പാരീസിൽ വരുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള അട്രാക്ഷൻസ് ആണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇവിടെ വന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ മെട്രോ യൂസ് ചെയ്യാം. 1 day ടിക്കറ്റ് അവൈലബിൾ ആണ്. അപ്പം അത് 2 സോണിലാണ് കവർ ചെയ്യും, സോൺ 1ഉം സോൺ 2ഉം. ഇവിടുത്തെ മിക്ക അട്രാക്ഷൻസും ഈ 2 സോണിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് €7.50 ആണ് ഒരാൾക്ക്. ഇപ്പം നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് മെട്രോ യൂസ് ചെയ്യാത്ത ഒരാളാണ്, ഇപ്പോൾ 2-3 പ്രാവശ്യം മാത്രമേ നിങ്ങൾ മെട്രോ യൂസ് ചെയ്യുന്നുള്ളൂ ഒരു ദിവസമെങ്കിൽ, നിങ്ങൾക്ക് 10 day ടിക്കറ്റ് എടുക്കാം. അതായത് 10 ടിക്കറ്റ് കിട്ടും. ആ 10 ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് €16.90 ആണ് ഒരാൾക്ക്. പാരീസിൽ വരുന്ന ആരും ഐഫിൽ ടവർ കാണാതെ പോകത്തില്ല. പാരീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ വരുന്ന ഫ്രാൻസിന്റെ അയൺ ലേഡി എന്നറിയപ്പെടുന്ന പാരീസിന്റെ ഐക്കോണിക് സ്ട്രക്ചറായി മാറിയ ഐഫിൽ ടവർ തന്നെയാണ്. 1889 ഒരു വേൾഡ് ഫെയറിന് വേണ്ടി ടെമ്പററി ആയി ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ് ഐഫിൽ ടവർ. അതും വെറും 2 വർഷവും 2 മാസം 5 ദിവസം കൊണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് ഇങ്ങനെയാണ്. ഇപ്പോൾ ടോപ്പ് ഫ്ലോറിലാണ് നിങ്ങൾ പോകുന്നതെന്ന് വെച്ചോ, ഹയസ്റ്റ് ഡെക്കിൽ ഈ ഒരു പോർഷനിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് €26 എടുത്ത് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ലിഫ്റ്റിലായിരിക്കും പോകുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2nd ഫ്ലോർ വരെ സ്റ്റെപ്പ് എടുത്ത് പോകാം, എന്നിട്ട് അവിടുന്ന് ലിഫ്റ്റ് എടുത്ത് പോകാം. അങ്ങനെയാണ് €19.90. നിങ്ങൾക്ക് 2nd ഫ്ലോർ വരെ പോയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് എടുത്ത് പോകണമെങ്കിൽ €10.50 ആണ് അതിൻ്റെ ടിക്കറ്റ് പ്രൈസ്. അപ്പോൾ ലിഫ്റ്റ് ആണെങ്കിൽ €16.70. 81 നിലയുള്ള കെട്ടിടത്തിന്റെ അത്രയും നീളമുണ്ട് ഐഫിൽ ടവറിന്, ഏതാണ്ട് 324 മീറ്റർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഐഫിൽ ടവറിന്റെ ഏറ്റവും മുകളിലത്തെ ഒബ്സർവേഷൻ ഡെക്കായി 3rd ഫ്ലോറിലാണ്. ഇവിടെ നമുക്ക് ഗുസ്താവ് ഈഫിലിന്റെ ഒരു ഓഫീസ് റൂം കാണാനായിട്ട് പറ്റും. ഒരു കുഞ്ഞ് അപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ അവരൊരു സീൻ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തോമസ് എഡിസൺ ഗുസ്താവ് ഈഫിലിനെ 1889 സെപ്റ്റംബർ 10 വിസിറ്റ് ചെയ്തപ്പോഴുള്ള സീൻ നമുക്ക് ഈ ഓഫീസ് റൂമിനകത്ത് കാണാൻ പറ്റും. ഐഫിൽ ടവർ പോലെ തന്നെ പാരീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമായ ലൂവർ മ്യൂസിയം. ഏതാണ്ട് 35,000 ആർട്ട് വർക്കുകളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. 60,000 സ്ക്വയർ മീറ്ററിലാണ് ഇത് കിടക്കുന്നത്. അതായത് ഏകദേശം ഒരു 15 ഏക്കർ സ്ഥലത്താണ് ഈ ഫുൾ മ്യൂസിയം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഇപ്പം നമ്മളെപ്പോലെ ഒരാൾ ഒരു ആർട്ട് വർക്കിൻ്റെ അവിടെ 30 സെക്കൻഡ് സ്പെൻഡ് ചെയ്യുവാണ്. ഏതാണ്ട് 100 ദിവസം വേണം ഈ ഫുൾ മ്യൂസിയം കണ്ടു തീർക്കാനായിട്ട്. ഈ മ്യൂസിയത്തിലെ എല്ലാ പെയിന്റിങ്സ് ഒന്നും നമുക്ക് ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അത്രയും സമയം അത്രയും ദിവസവും വേണം. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് കാണണമെന്ന് വിചാരിച്ച് വന്ന് 2-3 പെയിന്റിങ്സ് ഉണ്ട്. അപ്പം അതെന്താണെങ്കിലും ഈ വ്ളോഗിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ലിയോണാർഡോ ഡാ വിഞ്ചിയുടെ മൊണാലിസ. ചില ആൾക്കാർ ഈ മൊണാലിസയുടെ പെയിന്റിങ് കാണാൻ വേണ്ടി മാത്രമേ മ്യൂസിയത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളും വന്നു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചത്, കാരണം അത്രയ്ക്ക് തിരക്കാണ്. നമ്മൾ ക്യൂ നിൽക്കണം ആ പെയിന്റിംഗ് ഒന്ന് കാണാനായിട്ട്. കാണാൻ ഭയങ്കര കുഞ്ഞു പെയിന്റിംഗ് ആണല്ലോ, അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പെയിന്റിംഗ് ആണ് മ്യൂസിയത്തിൽ. ശരിക്കും ആ പെയിന്റിങ്ങിന് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അതിനുവേണ്ടി മാത്രം സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. 1911 ഈ പെയിന്റിംഗ് ആണെങ്കിൽ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് 2 വർഷം കഴിഞ്ഞാണ് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും സെക്യൂരിറ്റിയോടാണ് ആ പെയിന്റിംഗ് ഇവിടെ സൂക്ഷിക്കുന്നത്. മൊണാലിസയുടെ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട അടുത്ത പെയിന്റിംഗ് ഈ മ്യൂസിയത്തിൽ എന്ന് പറയുന്നത് വെഡിങ് ഫീസ്റ്റ് അറ്റ് കാന എന്ന് പറയുന്ന പെയിന്റിംഗ് ആണ്. അത് മൊണാലിസയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന പെയിന്റിംഗ് ആണ്. ഇതാണ് ലൂവർ മ്യൂസിയത്തിലെ ഏറ്റവും വലിയ പെയിന്റിംഗ്. ഒരു വോള് മുഴുവൻ ഈ പെയിന്റിംഗ് ആണ്. അതായത് 6 മീറ്റർ നീളമാണ് ഈ പെയിന്റിംഗ്, അതുപോലെ 10 മീറ്റർ വീതിയും. അപ്പൊ തന്നെ ഊഹിക്കാം എന്ത് വലുതാണ് ഈ പെയിന്റിംഗ് എന്നുള്ളത്. ഇത് ശരിക്കും ബൈബിളിൽ പറയുന്ന പോലെ യേശുക്രിസ്തു ആദ്യമായിട്ട് ഒരു അത്ഭുതം കാണിച്ചു, വെള്ളം വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതമാണ് ഇതിൽ പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. അതും ഒരു ഖാനയിലെ ഒരു വെഡിങ് ഫീസ്റ്റിന് അദ്ദേഹത്തിനെ ക്ഷണിച്ചപ്പോൾ. ഈ പടത്തിൽ ഏതാണ്ട് 100 കണക്കിന് ആൾക്കാരെയാണ് ആ ഫിഗേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവരുടെയും മുഖത്ത് ആ അത്ഭുതവും അതുപോലെ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. ലിബർട്ടി ലീഡിങ് ദി പീപ്പിൾ എന്ന് പറയുന്ന പെയിന്റിംഗ് ആണ് അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പെയിന്റിംഗ് ലൂവർ മ്യൂസിയത്തില്.
ശരിക്കും ഈ പെയിന്റിങ്ങിനകത്ത് കാണിക്കുന്നത് ഒരു യുവതി 1830 ജൂലൈ റവല്യൂഷൻ സമയത്ത് ഒരു യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന മൃതദേഹങ്ങളുടെ മുകളിലൂടെ ഈ യുവതി ഒരു കൂട്ടം യുവാക്കളെ നയിക്കുന്ന പടമാണ്. അപ്പം ആ യുവതിയുടെ കയ്യിൽ ഒരു കൊടിയുണ്ട്. അത് ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രാധാന്യത്തെ കാണിച്ചുകൊണ്ടുള്ളൊരു കൊടിയാണ്. പിന്നീടാണ് ആ കൊടി ഫ്രാൻസിന്റെ നാഷണൽ ഫ്ലാഗ് ആയിട്ട് മാറിയത്. ലൂവർ മ്യൂസിയത്തിലെ വേറൊരു ഫേമസ് പെയിന്റിംഗ് ആണ് കൊറോണേഷൻ ഓഫ് നെപ്പോളിയൻ. ഈ പെയിന്റിങ്ങിൽ ശരിക്കും കാണിക്കുന്നത് പോപ്പാണ് നെപ്പോളിയന്റെ തലയിലേക്ക് ക്രൗൺ വെച്ച് കൊടുക്കേണ്ടത് കിങ് ആയിക്കൊണ്ട്, അതുപോലെ അദ്ദേഹത്തിന്റെ വൈഫിനെയും ക്വീൻ ആക്കിക്കൊണ്ട്. പക്ഷെ ഈ പെയിന്റിങ്ങിൽ കാണിക്കുന്നത് നെപ്പോളിയൻ സ്വയമേ പോപ്പിന്റെ കയ്യിൽ നിന്നും കിരീടം എടുത്ത് സ്വന്തം തലയിൽ വെച്ച് കിങ് ആയി മാറിയതാണ്. അതുപോലെ ക്വീനെയും ചെയ്യുന്നത്. നിങ്ങൾ ലൂവർ മ്യൂസിയത്തിൽ വരുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അതുപോലെ തിരക്കാണ് ഈ മ്യൂസിയത്തിൽ. ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റ് കിട്ടും. അപ്പോൾ ലൈൻ നിൽക്കേണ്ട ആവശ്യമില്ല. 17 യൂറോ ആയിരുന്നു ടിക്കറ്റ് പ്രൈസ്. നിങ്ങളിപ്പോൾ ഒരു യൂറോപ്യൻ യൂണിയൻ റെസിഡന്റ് ആണെങ്കിൽ, നിങ്ങൾ 18 to 25 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഇവിടെ വന്ന് കാണാനായിട്ട് ഫ്രീ ആണ്. ഫ്രാൻസിലെ ഏറ്റവും പഴക്കമുള്ളതും പാരീസിലെ ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രലാണ് നോട്ടർഡാം കത്തീഡ്രൽ. ഇത് വൺ ഓഫ് ദി മസ്റ്റ് അട്രാക്ഷൻസ് ആണ്. പക്ഷെ 2019 ഒരു തീപിടുത്തം ഉണ്ടായതുകൊണ്ട് ഈ കത്തീഡ്രലിന്റെ കുറെ ഭാഗമൊക്കെ കത്തിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ആക്സസിബിൾ അല്ല. അവരെല്ലായിടവും 4 വർഷവും അത് മറച്ചേക്കുവാണ്. അതിന്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ ജസ്റ്റ് ഒരു വ്യൂ മാത്രം കാണാനായിട്ട് പറ്റും. വെളിയിൽ നിന്ന് അകത്ത് കയറാനായിട്ട് പറ്റത്തില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പാരീസിലെ ഏറ്റവും വലിയ സ്ക്വയർ ആയ പ്ലാറ്റ്സെ ഡെ ലാ കോൺകോർഡ് എന്ന് പറയുന്ന സ്ക്വയറിലാണ്. ഇത് ഫ്രാൻസിലെ 2ാമത്തെ വലിയ സ്ക്വയർ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റോൺ പില്ലറാണ്. ഈ സ്റ്റോൺ പില്ലറിന് 22 മീറ്റർ ഹൈറ്റ് ഉണ്ട്, 250 ടൺ വെയിറ്റും ഉണ്ട്. ഇത് 3300 വർഷം പഴക്കമുള്ള സ്റ്റോൺ പില്ലറാണ്. ഇത് ഈജിപ്തിൽ നിന്ന് ഫ്രാൻസിന് ഗിഫ്റ്റ് ആയി കൊടുത്തതാ. ഈ ഗോൾഡൻ ടിപ്പോട് കൂടിയ ഈ സ്റ്റോൺ പില്ലറാണ് ഈ സ്ക്വയറിന്റെ ഒത്ത നടുക്ക് നിൽക്കുന്നത്. നോർത്തിലും സൗത്തിലുമായിട്ട് 2 ഭയങ്കര മനോഹരമായിട്ടുള്ള 2 ഫൗണ്ടൻസ് ഉണ്ട്. 1830 ഡിസൈൻ ചെയ്തതാണ് ഈ ഫൗണ്ടൻ. ഈ ഫൗണ്ടന്റെ ബേസ് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഗ്രീക്ക് ദേവതമാരെയാണ് ഈ ഫൗണ്ടന്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ അവരൊരു ഫിഷിനെ പിടിച്ചോണ്ട് നിൽക്കുവാണ്. അപ്പൊ ആ മീനിന്റെ വായ്ക്കകത്തു നിന്നാണ് ഈ ഫൗണ്ടൻ, ഈ വെള്ളം ചാടുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് കാണേണ്ടതെന്ന് പറയുന്നത് പാരീസിലെ ഏറ്റവും ഭംഗിയുള്ളതും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റുമായ ഷോംസ് എലീസെ എന്ന് പറയുന്ന ഒരു അവന്യൂ ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഈ പാലസ് ഡി ലാ കോൺകോർഡിൽ നിന്നാണ്. ഇവിടുന്ന് അത് ആർക്ക് ദി ട്രിയോംഫ് എന്ന് പറയുന്നിടത്താണ് ഈ സ്ട്രീറ്റ് എൻഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.9 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പാലസ് ഡി ലാ കോൺകോർഡ് തൊട്ട് ആർക്ക് ദി ട്രിയോംഫ് വരെ. ഈ പാരീസിലെ തന്നെ ഏറ്റവും വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ ബൊട്ടീക്സ്, അങ്ങനെ പിന്നെ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ റെസിഡൻസ്, എലീസെ പാലസ് എല്ലാം ഉള്ളത് ഈ അവന്യൂലാണ്. നമ്മളങ്ങനെ 2 കിലോമീറ്റർ നടന്ന് ഷോംസ് എലീസയിലൂടെ നടന്ന് നമ്മൾ അതിൻ്റെ അവസാനത്തെ പോർഷനായ ആർക്ക് ദി ട്രിയോംഫിൽ എത്തിയേക്കുവാണ്. ശരിക്കും ഇവിടെ നെപ്പോളിയൻ വാറിന്റെ സമയത്തും അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്തൊക്കെ മരിച്ച ആൾക്കാർക്ക് വേണ്ടിയൊരു ഓണറായിട്ടാണ് ഈ ആർച്ച് അവർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം പേര് ഈ ആർച്ചിന്റെ അകത്തും പുറത്തും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ വേൾഡ് വാർ 1 മരിച്ച ഒരു സോൾജിയർ, ആ അൺനെയിംഡ് സോൾജിയറിനെ അടക്കം ചെയ്തിരിക്കുന്നതും ഈ ആർക്കിന്റെ അടിയിലാണ്. സേക്രഡ് കുവർ ബസിലിക്ക അല്ലെങ്കിൽ സേക്രഡ് ഹാർട്ട് ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന ഈ ബസിലിക്ക പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു പള്ളിയാണ്. ഒരു വർഷം തന്നെ 10 മില്യൺ ആൾക്കാരാണ് ഈ ബസിലിക്ക വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചർ കൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടിരിക്കുന്നത്. ലോകത്തിൽ തന്നെ പള്ളികളിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ബെല്ലുള്ള പള്ളി ഇത് തന്നെയാണ്. അത് 19 ടണ്ണാണ് ആ മണിയുടെ ഭാരം. അതുപോലെ ഇതിൻ്റെ കളർ തന്നെയാണ് ഈ ബസിലിക്കയുടെ
ഹൈലൈറ്റ്, വെള്ള കളർ. അപ്പോൾ ദൂരെ നോക്കിയാൽ പോലും നമുക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. പാരീസിലെ സെക്കൻഡ് ഹയസ്റ്റ് പോയിന്റും ഈ ബസിലിക്ക തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാരീസിന്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇവിടെ ഒരു വൈകുന്നേര സമയമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സൺസെറ്റിന്റെ ഒക്കെ അടിപൊളി വ്യൂ കാണാൻ പറ്റും ഇവിടെ വന്നാൽ. നമ്മൾ പാരീസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ അട്രാക്ഷൻസും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തത് സൈൻ റിവർ ക്രൂയിസ് ആണ്. ഈ ക്രൂയിസ് ട്രിപ്പിൽ അവരെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു, നരേഷനും ഉണ്ടായിരുന്നു, അത് ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു, ഫ്രഞ്ചിലും ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഇവിടുത്തെ എല്ലാ അട്രാക്ഷൻസും ഈ ട്രിപ്പിൽ കാണിക്കുന്നുണ്ട്. 1 മണിക്കൂറായിരുന്നു ക്രൂയിസ് യാത്ര. നമ്മൾ വായിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് വലിയ പുതുമയായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷെ ആദ്യമായിട്ട് വരുന്ന നമുക്കൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കത് കേട്ടാൽ മതിയാകും മനസ്സിലാവാനായിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ സൈൻ റിവർ ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈം സ്ലോട്ട് ബുക്കിംഗ് ആയിരുന്നു. 7:45 നമ്മൾ ബുക്ക് ചെയ്തത്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇത് മാത്രമല്ല, പാരീസിലെ അട്രാക്ഷൻസ് ഒരുപാടുണ്ട് കാണാനായിട്ട്. നമുക്ക് ഒരാഴ്ച ഉണ്ടെങ്കിൽ പോലും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കാറ്റകോംസ്, മ്യൂസിയം, വെർസൈൽസ്, അങ്ങനെയൊക്കെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട അട്രാക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. പാരീസിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. പിന്നെ അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.